ഹായ് എസ് എൽ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് വീണ്ടും ഒന്നിക്കാൻ സാധ്യതയില്ലാത്ത ബ്രേക്കപ്പ് രീതികൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. അതായത് ഞാൻ ഈ പറയുന്ന രീതിയിലൊക്കെയാണ് റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവുന്നത് എന്നുണ്ടെങ്കിൽ അവർ പാച്ചപ്പ് ആവാൻ സാധ്യത കുറവാണ്, അല്ലെങ്കിൽ അവർ പിന്നീട് ഒന്നിക്കാൻ ചാൻസ് ഇല്ല എന്നുള്ളതാണ്. സോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് ആവുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആയിട്ടുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഈ രീതിയിലാണ് ബ്രേക്കപ്പ് ആയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ പ്രതീക്ഷ വെക്കേണ്ട ആവശ്യമില്ല. കാരണം അത് പാച്ചപ്പ് ആവാൻ ചാൻസ് തീരെ ഇല്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് എളുപ്പം വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കാം, പക്ഷേ അങ്ങനെ ഒരു വീണ്ടും ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ അവിടെ ചാൻസ് ഇല്ല. സോ ഏതൊക്കെയാണ് ആ രീതികൾ എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഒരു പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ അധിക്ഷേപമോ അല്ലെങ്കിൽ പീഡനമോ ഉണ്ടായിട്ടുള്ള ബന്ധങ്ങൾ. പല റിലേഷൻഷിപ്പിൽ നമ്മൾ കാണാറുണ്ട് മാനസികപരമായിട്ടോ ശാരീരികപരമായിട്ടോ വേദനിപ്പിക്കുന്ന ആളുകൾ. അപ്പോൾ അതായത് അവരെ കംപ്ലീറ്റ്ലി നിയന്ത്രിച്ച് നിർത്തുന്ന കുറെ ആളുകളുണ്ട്. അപ്പൊ അവരുടെ കൂടെ നിൽക്കാന്ന് പറയുന്നത് ഭയങ്കര റിസ്ക് ഉള്ള കാര്യമാണ്. ഒരാളുടെ കൂടെ ജീവിക്കാന്ന് പറയുന്നത് അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അറിയുകയും ചെയ്യും. ഇപ്പൊ നമ്മളാണ് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അത് അനുഭവിക്കുന്ന ഒരു പേഴ്സൺ ആണ്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ അവർക്ക് പിന്നീട് ഈ ബന്ധത്തിൽ നിൽക്കാൻ കഴിയില്ല. സോ കുറെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഒരു പേഴ്സൺ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ പിന്നീട് അവർക്ക് ഇത് പറ്റില്ല എന്ന് തോന്നി കഴിയുമ്പോൾ ഓഫ്കോഴ്സ് അവർ റിലേഷൻഷിപ്പിൽ നിന്ന് പോകും. പിന്നീട് ഒരിക്കലും ആരും നരകത്തിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കില്ലല്ലോ. ഇവിടെ അങ്ങനെ തന്നെയാണ്. തിരിച്ച് ഈ ഒരു ബന്ധത്തിലേക്ക് വരണം എന്നുള്ളത് ഒരിക്കലും അവർ ആഗ്രഹിക്കില്ല. അങ്ങനെ ഒന്ന് ചിന്തിക്കുക പോലും ചെയ്യില്ല എന്നുള്ളതാണ്. സോ അങ്ങനെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കുറ്റബോധമോ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷെ അവര് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. രണ്ടാമത്തെ ഒരു കാര്യം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസം പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ട് ബ്രേക്കപ്പ് ആവുന്ന ആളുകളുണ്ട്. അതായത് ഇപ്പൊ ഭയങ്കരമായിട്ട് വിശ്വസിച്ചിരുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് നമുക്ക് ഉണ്ടാവുന്ന വിശ്വാസ വഞ്ചനകൾ നമുക്ക് തീരെ സഹിക്കാൻ പറ്റില്ല. മറ്റെന്തും നമുക്ക് കുറെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ നമ്മൾ അത്രയും വിശ്വസിച്ചിരുന്ന ഒരാൾ നമ്മൾ ചതിക്കാന്ന് പറയുമ്പോൾ നമുക്ക് അതിനേക്കാൾ വലിയൊരു വേദന ചിലപ്പോൾ വേറെ ഉണ്ടാവണമെന്നില്ല. കാരണം നമുക്ക് വിശ്വാസം ഇല്ലാതാവുന്നത് ഏറ്റവും നമ്മൾ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത്തരത്തിൽ വിശ്വാസ വഞ്ചന നേരിട്ടിട്ടുള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങളിൽ നിന്നും അങ്ങനെ ഉണ്ടായിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ പിന്നീട് അയാൾക്ക് നിങ്ങളെ വിശ്വസിക്കാൻ കഴിയില്ല. നിങ്ങൾ അവരെ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ എന്തൊക്കെ ചെയ്തു എന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും അവർക്ക് നിങ്ങളെ വിശ്വാസം വരില്ല എന്നുള്ളതാണ്. സോ അങ്ങനെ വിശ്വാസം ഇല്ലാതെ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന അത്രയും നാള് അവർക്ക് ഇൻസെക്യൂരിറ്റി ഫീലാണ് ഉണ്ടാവുക. എപ്പോഴും അവർക്ക് നിങ്ങളോട് സ്നേഹം തോന്നണമെന്നില്ല. പലപ്പോഴും അവർക്ക് തന്നെ സംശയങ്ങൾ തോന്നാൻ സാധ്യതയുണ്ട് നിങ്ങളെ കുറിച്ച്. സോ അങ്ങനെ ആവുമ്പോൾ ഒരു റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെച്ചാൽ ഒരു ബ്രേക്കപ്പിലേക്ക് പോയി എന്നുണ്ടെങ്കിൽ പിന്നീട് അവർ തിരിച്ചു വരാൻ ചാൻസ് ഇല്ല. കാരണം അവർക്കറിയാം ആ റിലേഷൻഷിപ്പ് നന്നായിട്ട് പോവില്ല, വിശ്വാസം പൂർണ്ണമായിട്ടും വീണ്ടെടുക്കാൻ കഴിയില്ല എന്നുള്ളത്. മൂന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരാള് തീരുമാനിച്ച് പറയാണ് ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, എനിക്കിത് വേണ്ട എന്നുള്ളത്. അങ്ങനെ അവർ പറയുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഉള്ളിൽ അത്രയും തട്ടിയിട്ടായിരിക്കും. അവർക്കത് വേണ്ടാന്ന് തോന്നുന്നതുകൊണ്ടായിരിക്കും അവർ പറയുന്നുണ്ടാവുക. നമ്മളിങ്ങനെ ജസ്റ്റ് വഴക്കുണ്ടാകുമ്പോൾ പറയുന്ന പോലെ അല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഭയങ്കര സീരിയസ് ആയിട്ട് എനിക്കിത് വേണ്ട, ഇനിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, എന്ത് പറഞ്ഞാലും ഇനി ഇത് ഓക്കെ ആവില്ല എന്ന് പറയുന്ന ഒരാളാണെങ്കിൽ അവർക്കറിയാം നിങ്ങൾ തമ്മിൽ ചേരില്ല എന്നുള്ളത്. സോ അങ്ങനെ തീരുമാനിച്ച ഒരാൾ വീണ്ടും അതിലേക്ക് വരണം ചിന്തിക്കില്ല. കാരണം ഒരുപാട് പ്രാവശ്യം ആലോചിച്ചിട്ടായിരിക്കും അവരങ്ങനെ പറയുണ്ടാവുക. സോ ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് ബ്രേക്കപ്പ് ആയിട്ട് ദീർഘകാലം നിങ്ങൾ തമ്മിൽ യാതൊരു കോണ്ടാക്റ്റും ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവർ തിരിച്ചു വരാൻ സാധ്യതയില്ല എന്ന് തന്നെ പറയാം. സോ അങ്ങനെ പറഞ്ഞിട്ടാണ് അവർ പോയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കുറെ മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ അവർക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടാവും ഇത് ഒത്തു പോവില്ല, പോയാൽ ശരിയാവില്ല എന്നുള്ളത്. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ വരുന്ന സമയത്ത് തീരെ അവർക്ക് ഓക്കെ അല്ലാന്ന് തോന്നുമ്പോൾ അവര് റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെക്കാം. സോ ഇത്തരത്തിൽ ഉറപ്പിച്ചൊരു തീരുമാനം അവർ പറയുന്നുണ്ടെങ്കിൽ എന്നിട്ട് കുറെ കാലത്തേക്ക് നിങ്ങൾ തമ്മിൽ യാതൊരു കോണ്ടാക്റ്റും ഇല്ല എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക ഇവിടെ പാച്ചപ്പിനുള്ള ചാൻസ് ഇല്ല എന്നുള്ളത്. നാലാമത്തെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ജീവിത ലക്ഷ്യങ്ങൾ രണ്ടുപേർക്കുണ്ടായിരിക്കും. അതിൽ എപ്പോഴും പൊരുത്തക്കേടുകൾ മാത്രമാണ് ഉണ്ടാവുന്നത് എന്നുണ്ടെങ്കിൽ രണ്ടുപേർക്കും രണ്ട് തീരുമാനങ്ങൾ ഉണ്ടാവും, ആഗ്രഹങ്ങൾ ഉണ്ടാവും, ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ഇതില് രണ്ടുപേരും അതായത് പരസ്പരം മനസ്സിലാക്കി അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രമേ നന്നായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ഒരാൾക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ലക്ഷ്യത്തോട് വലിയ താല്പര്യം ഉണ്ടാവില്ല. അതായത് അവർക്ക് ഇപ്പൊ എന്തെങ്കിലും ആവണം, എന്തെങ്കിലും നേടണം എന്ന് തോന്നുമ്പോൾ ഇവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും എന്തിനാണ് ഇപ്പൊ അത്, അല്ലെങ്കിൽ അത് വേണ്ട എന്നൊരു തോന്നലുണ്ടെങ്കിലും ചില ആളുകൾ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് അഡ്ജസ്റ്റ് ചെയ്യും. അവർക്കത് ഇഷ്ടമല്ലേ എന്നാൽ അത് നടത്തിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചിലര് ആ ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ്. പക്ഷെ ചില ആളുകൾ വിട്ടുകൊടുക്കില്ല, വേണ്ട എന്നുള്ള ഉറച്ച തീരുമാനമായിരിക്കും. അപ്പൊ അവിടെ എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ അവർക്കത് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. സോ എല്ലാവർക്കും അത് അഡ്ജസ്റ്റ് ആവണം എന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് അതായത് ഇപ്പോ രണ്ടുപേരുടെയും ഇഷ്ടങ്ങളും തീരുമാനങ്ങളും അഭിപ്രായങ്ങളും എല്ലാം ഡിഫറെന്റ് ആവുമ്പോൾ, ലക്ഷ്യങ്ങളൊക്കെ ഡിഫറെന്റ് ആവുമ്പോൾ അതിൽ പൊരുത്തക്കേടുകൾ മാത്രമാണ് വരുന്നത്. രണ്ടുപേർക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ തീരെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് തന്നെ അറിയാം ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല.
കാരണം ഇത് ഭാവി എന്ന് പറയുമ്പോൾ ഒരുപാട് വർഷം മുന്നോട്ട് ജീവിക്കേണ്ടതാണ്. അപ്പൊ അത്രയും കാലം ഇങ്ങനെ പൊരുത്തക്കേട് കൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ ഓക്കെ ആവില്ല എന്നുള്ളത് അറിയാൻ എല്ലാവർക്കും കഴിയും. സോ അങ്ങനെയാണെങ്കിൽ വീണ്ടും ഒരു റിലേഷൻഷിപ്പ് ഒന്നിക്കുക എന്നുള്ളതിലേക്ക് വരുമോ? ചാൻസ് ഇല്ല. അങ്ങനെ വരാൻ തീരെ സാധ്യതയില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ആണ് ബ്രേക്കപ്പ് ആയെന്നുണ്ടെങ്കിൽ അവിടെയും മനസ്സിലാക്കുക. ഇനി ലാസ്റ്റ് പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, പുതിയൊരു ജീവിതത്തിലേക്ക് പൂർണ്ണമായിട്ടും പോയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ബ്രേക്കപ്പ് നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ആയതിനു ശേഷം അവര് പെട്ടെന്ന് തന്നെ വേറെ റിലേഷൻഷിപ്പിലേക്ക് പോയി, മേ ബി ഒരു മാരേജിലേക്കായിരിക്കും പോയിട്ടുണ്ടാവുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു തിരിച്ചു വരവ് നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ വരില്ല എന്നുള്ളതാണ്. കാരണം സ്ഥിരമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ചൂസ് ചെയ്ത് കഴിഞ്ഞു, അതിലാണ് ഇപ്പോൾ അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ അവര് പിന്നെ നമ്മൾ എത്ര ട്രൈ ചെയ്താലും വരണം എന്നില്ല. പിന്നെ നമ്മൾ അങ്ങനെ കൊണ്ടുവരുന്നത് തന്നെ മോശമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെ കൊണ്ടുവരണം നിങ്ങൾ വിചാരിക്കരുത്, പിന്നെ വരാനുള്ള സാധ്യതയുമില്ല. ഇങ്ങനെയൊക്കെയാണ് ബ്രേക്കപ്പ് ആയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ തമ്മിൽ പാച്ചപ്പിനുള്ള സാധ്യതയില്ല. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, പ്രശ്നങ്ങൾ പരിഹരിക്കാത്ത ആളുകൾ ഉണ്ടായിരിക്കും. ബ്രേക്കപ്പിന്റെ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ, അത് പറഞ്ഞ് സോൾവ് ചെയ്തിട്ടില്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിലും അവർക്കിടയിൽ ആ പ്രശ്നം എപ്പോഴും കിടക്കും. സോ അങ്ങനെ ആകുമ്പോഴും അവർക്ക് പാച്ചപ്പിനെ കുറിച്ച് ആലോചിക്കാൻ പറ്റില്ല. കാരണം പ്രശ്നം ഇങ്ങനെ ഉള്ളിൽ കിടക്കുകയാണ്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ആ റിലേഷൻഷിപ്പ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കില്ല. സോ ഇങ്ങനെ പല രീതിയിലുള്ള ബ്രേക്കപ്പ് സംഭവിക്കാറുണ്ട്. ഈ പറഞ്ഞ രീതിയിലൊക്കെയാണ് ബ്രേക്കപ്പ് സംഭവിക്കുന്നത് എന്നുണ്ടെങ്കിൽ വീണ്ടും അവർ ലൈഫിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നതിൽ കാര്യമില്ല. കാരണം അവർ വരാനുള്ള ചാൻസ് ഇല്ല എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും കുറെ പേര് ചോദിക്കാറുണ്ട്, എന്റെ ബ്രേക്കപ്പ് ആയിട്ടുള്ളത് ഇങ്ങനെയാണ്, എനിക്ക് അവര് ലൈഫിലേക്ക് വരണം എന്നുണ്ട്, എന്തെങ്കിലും ചാൻസ് ഉണ്ടോ എന്നുള്ളത്. ഇവിടെ ചാൻസ് വളരെ കുറവാണ് അവരായിട്ട് വരാൻ വേണ്ടിയിട്ട്. പക്ഷെ നിങ്ങൾക്ക് അവരെ കൊണ്ടുവരണം നിങ്ങളുടെ ലൈഫിലേക്ക് എന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് നമുക്കത് ചെയ്യാനായിട്ട് പറ്റും. അതിന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരെ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാം. അപ്പൊ അങ്ങനെ നിങ്ങളുടെ എക്സിനെ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്